പള്ളി. പുതിയ പുതിയ എല്ലാ വിശേഷങ്ങളും കാണാം. കാരണം വണ്ടി ഓടിച്ചില്ലേ പോകുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനല്ല ലൈൻ ഓടിക്കുന്നത്. പക്ഷെ ഓടിക്കുന്നതൊക്കെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. സോ ദാറ്റ്സ് എ റൂൾ. സോ മാക്സിമം റൂൾസൊക്കെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ വെറുതെ നമ്മളായിട്ട് അപകടങ്ങൾ വിളിച്ച് വരുത്തുന്നത്. സോ ഇനി നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. വീടല്ലേ നമ്മൾ കേറാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആരുമില്ല, സീസണൊക്കെ കഴിഞ്ഞല്ല. അപ്പം നമ്മൾ അറിയില്ല എത്ര നേരം പിടിക്കുന്നു. ബട്ട് ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫുള്ള് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സീസൺ അല്ലാത്തതുകൊണ്ട് ആളുകൾ കുറവാണ്. സോ കയറി തുടങ്ങട്ടെ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ മല കയറി 14 കുറച്ച് പള്ളി നമ്മൾ ചവിട്ടി കയറി. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ ലാസ്റ്റ് വ്യൂവിലെത്തി. ഇച്ചിരി കഷ്ടപ്പെട്ട് വാശിയായിരുന്നു കയറുന്നുള്ളത്. അങ്ങനെ നമ്മൾ കയറി. ഞാൻ നിങ്ങൾക്ക് ഇത്തിരി വ്യൂസൊക്കെ കാണിച്ചു തരാം. വേണ്ടോ ഇനി പള്ളിയിലെത്തി. ഇതാണ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം. 14 മല ഇറങ്ങണം. കയറുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുക്കുമെന്ന് വിചാരിച്ചു. ബട്ട് ഭയങ്കരമായിട്ടും ടയേർഡായെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടും എങ്ങനെ കയറിയെന്ന് ദൈവത്തിന് മാത്രം അറിയാം. സോ ഞാൻ പ്രാർത്ഥിച്ച് കയറിയോണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഇറങ്ങനെയാണ്. തൊട്ട് മുന്നേ ഒരുപാട് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച്. കണ്ടോ, താഴെ നിന്നാണ് നമ്മൾ ഇത്രയും മേളിലോട്ടൊക്കെ കയറിയത്. നമ്മൾ ഇറങ്ങനെയാണ്. ഇവിടെ ഒരു കുരങ്ങ് പോസ്റ്റുമൊക്കെ കയറിക്കൊണ്ടിരിക്കണം. കയറണ പോലെ ഇല്ല, ഇറങ്ങാൻ നല്ല സുഖമാണ്. പക്ഷെ ഒരു ഗ്രിപ്പ് അങ്ങോട്ട് കിട്ടണില്ല. കയറുമ്പോൾ ഇച്ചിരി ഒരു പ്രശ്നമുണ്ടായിരുന്നെങ്കിലും ഇപ്പം ബ്രേക്ക് ഇല്ലാതെ പോകുന്നൊരു അവസ്ഥ. അതാണ് ആർക്കുള്ളൊരു പ്രശ്നം. കൊള്ളാം. ഞാൻ നാമം ചൊല്ലി പൊട്ടിട്ടോ താഴത്തെത്തിയിട്ട് കാണാവേ. ഹലോ ഗായ്സ്, സോ അങ്ങനെ നമ്മൾ ഫുള്ള് അടിവാരത്ത് വരെ എത്തി. അതായത് മീൻസ് താഴെ വരെ എത്തി. അങ്ങനെ എൻ്റെ നേർച്ച ഇവിടെ കഴിഞ്ഞ്. എന്തായിരുന്നു നേർച്ചയെന്ന് ഇനി ഞാൻ പറയാം. എൻ്റെ 7th സെം എക്സാമിൽ നല്ല സ്കോർ ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വന്ന് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് പാസ്സായാൽ മാത്രമല്ലേ നമുക്ക് 8th സെം എഴുതാൻ പറ്റുള്ളായിരുന്നു. സോ ഒരുപാട് പേർക്ക് സപ്ലി കിട്ടിയൊരു സെമ്മായിരുന്നു. സോ ഫൈനലി ഞാൻ 4th പൊസിഷൻ തന്നെ സ്കോർ ചെയ്തായിരുന്നു. സോ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ആ ഒരു നേർച്ച അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ഉറപ്പായിരുന്നു ഞാൻ എന്തായാലും കയറുന്നു. പിന്നെ ഞാൻ കയറി. സോ യെസ് ഗായ്സ്, അങ്ങനെ റോഡ് കാണാൻ തുടങ്ങി. നമ്മൾ താഴെ എത്തി. ഇനി വേണം നേരെ വണ്ടി എടുത്തിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. സോ ഇനി മന്തിക്കടയിൽ പോയിട്ട് കാണാം. ഇതാണ് എൻ്റെ പരിവാരങ്ങൾ. ഞാൻ ഇവരെയൊക്കെ ഇട്ടെടുത്തത്. ഇവരെയൊക്കെ തിരിച്ച് വീട്ടിലോട്ട് എത്തിക്കട്ടെ കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെല്ലാവരും നേരെ ഇവിടുന്ന് പോകാൻ പോണിയാണ്. നേരെ മന്തി കഴിക്കാൻ വേണ്ടി. സോ മന്തിക്കട വെച്ച് കാണാം. നമ്മൾ പിന്നെയും നമ്മളെ മന്തിക്കടയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മന്തി വന്ന് കഴിച്ചത്. യെസ്, ഇതായിരുന്നു നമ്മുടെ ഫുൾ അൽഫാം മന്തിയായിരുന്നു പറഞ്ഞത്. പിന്നെ ഒരു ക്വാർട്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങണമെങ്കിൽ. അപ്പോൾ നമ്മുടെ മന്തിക്കടയിൽ മന്തി കഴിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ